ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾക്ക് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ചാപ്റ്റർ 2 സാഫ് സഫായി മേ ഔവൽ ഗാവ് ഇതാണ് നമ്മളിന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത് ഖാലിബ് ഖലീം എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് കേട്ടോ. അതായത് സാഫ് സഫായി മേ ഔവൽ ഗാവ് എന്ന് പറഞ്ഞാൽ എന്താ? സാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലെൻലിനെസ് ആണ്, ക്ലീനിങ് ആണ് അല്ലേ? അപ്പോൾ സാഫ് സഫായി മേ ഔവൽ ഗാവ് എന്ന് പറഞ്ഞാൽ ശുചിത്വത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രാമം. ഗാവ് എന്ന് വെച്ചാൽ ഗ്രാമം എന്നാണ്. ഓക്കെ, അപ്പോൾ സാഫ് സഫായി മേ ഔവൽ ഗാവ് അതായത് ശുചിത്വത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രാമം എന്നാണ് ഈ ലേഖനത്തിൻ്റെ പേര്. ഓക്കെ, സോ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് വായിക്കാം അല്ലേ? അതായത് ഏഷ്യാക്ക സബ്സെ സാഫ് സുഥര ഗാവ് മാവലിനോഗ് മേഘാലയ മേഹേ എന്നുള്ളതാണ് ഫസ്റ്റ് ലൈൻ അല്ലേ? അതായത് ഏഷ്യ വൻകരയിലുള്ള ഏറ്റവും സാഫ് സുത്തര, സബ്സെ എന്ന് പറയുമ്പോൾ ഏറ്റവും എന്നാണ് കേട്ടോ. സാഫ് സുത്തര പറയുമ്പോൾ വൃത്തിയുള്ള ഗാവ് ഗ്രാമം. മാവലിനോഗ് ആ ഗ്രാമത്തിൻ്റെ പേരാണ് കേട്ടോ മാവലിനോഗ്. അത് എവിടെയാണെന്നാണ് പറയുന്നത്? മേഘാലയ മേഹേ, മേഘാലയത്തിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, സാൽ 2003 में 2003 എന്താ പറയാ? 2003 में इस गांव को ഈ ഗ്രാമത്തിൽ ഏഷ്യ के सबसे साफ सुथरे गांव के तौर पर चुना गया. അതായത് ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ സബ്സെ സാഫ് സുതര ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി, ഗ്രാമം എന്ന നിലയിൽ, തൗർപ്പർ എന്ന് പറയുമ്പോൾ എന്ന നിലയിൽ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ചുനാഗയ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇസ് ഗാവ് കി സബ്സെ ബഡി ഖാസിയത്ത് യഹ് ഹേ കി ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ ഖാസിയത്ത് പറയുമ്പോൾ എന്താണ്? സ്പെഷ്യാലിറ്റി, പ്രത്യേകത. യഹ് ഹേ കി എന്താണെന്ന് വെച്ചാൽ यहाँ की सारी साफ सफाई गाँव वाले खुद ही करते हैं. അതായത് ഇവിടെയുള്ള സാഫ് സഫായി മുഴുവൻ ക്ലീൻ ചെയ്യുന്നതും ആരാണ്? ഗാവ് വാലെ ഗ്രാമീണര്, ഗ്രാമവാസികള്. ഖുദ് ഹി കർത്തെ ഹേ, ഖുദ് എന്ന് പറയുമ്പോൾ സ്വയം, ഖുദ് ഹി കർത്തെ ഹേ എന്ന് പറയുമ്പോൾ അവർ തന്നെ സ്വയം ചെയ്യുകയാണ്. സ്വച്ഛതാ കെ ലിയേ യഹാ കെ ലോഗ് കിസി തരഹ സെ പ്രശാസൻ പർ നിർഭർ നഹി ഹേ. അതായത് ശുചിത്വത്തിന് വേണ്ടിയിട്ട്, സ്വച്ഛത എന്ന് പറയുമ്പോൾ ശുചിത്വം, ശുചിത്വത്തിന് വേണ്ടിയിട്ട് യഹാങ്കി ലോക ഇവിടെയുള്ള ജനങ്ങൾ കിസി തരഹസെ പ്രശാസൻ പർ നിർഭർ നഹി ഹേ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും പ്രശാസൻ പർ, പ്രശാസൻ എന്ന് പറയുമ്പോൾ ഭരണകൂടം, അവരെ ഒന്നും ആശ്രയിക്കുന്നില്ല. പർ നിർഭർ നഹി ഹേ, അവരെയൊന്നും ഭരണകൂടത്തെയൊന്നും ആശ്രയിക്കുന്നില്ല, അവർ തന്നെ സ്വയം ചെയ്യുകയാണ്. इस छोटे से गांव में പ്ലാസ്റ്റിക് പുരി തരഹസെ പ്രതിബന്ധിത ഹേ. ഈ ചെറിയ ഗ്രാമത്തിൽ, ഇതൊരു ചെറിയ ഗ്രാമമാണല്ലോ, ഇവിടെ എന്താണ്? പ്ലാസ്റ്റിക് പുരി തരഹ് മുഴുവനായിട്ടും, പ്ലാസ്റ്റിക് മുഴുവനായിട്ടും എന്താണ്? പുരി തരഹസെ പ്രതിബന്ധിത ഹേ അതായത് നിരോധിച്ചിരിക്കുകയാണ്. മാത്രമല്ല पूरे गाँव में जगह जगह बांस से बने हुए डस्टबिन लगाए गए हैं. അതായത് ഈ ഗ്രാമത്തിലെ ഓരോ ഭാഗത്തും, പൂരേ ഗാവുമേ ഈ ഗ്രാമത്തിൽ മുഴുവനായിട്ട് ഓരോ ഭാഗത്ത് ജഗഹ് ജഗഹ് ബാൻസ് സേ ബനെ ഹുയെ, ബാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡസ്റ്റ്ബിൻ, വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, ഡസ്റ്റ്ബിൻ ലഗായെ ഗയേ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, महिला, पुरुष और बच्चों समेत किसी भी गाँव वाले को अगर कहीं गंदगी नजर आती है तो വേ ഫൗരൻ സഫായി മേ ലഗ് ജാത്തെ ഹേ. അതായത് മഹിള എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, പിന്നെ പുരുഷൻ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ, അതുമാത്രമല്ല അവർ ബച്ചോ എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടികൾ. ബച്ചോ സമേത് കിസി ബി ഗാവു വാലേക്കോ അതായത് ഏതെങ്കിലും ഒരു ഗ്രാമവാസി को अगर कहीं गंदगी नजर आती है तो എവിടെയെങ്കിലും മാലിന്യം, ഗന്ദഗി എന്ന് പറഞ്ഞാൽ മാലിന്യം കണ്ടാൽ, നസർ ആത്തി ഹേ എന്ന് പറയുമ്പോൾ അത് കാണുകയാണെങ്കിൽ तो वे फौरन सफाई में लग जाते हैं. അവർ ഉടൻ തന്നെ, ഫൗരൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? സഫായി മേ ലഗ് ജാത്തെ ഹേ, അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യും എന്നാണ് പറയുന്നത്. सफाई के प्रति उनकी जागरूकता का अंदाजा तुम इस बात से लगा सकते हो
അതായത് സഫായിക്ക് പ്രതി അവരുടെ ശുചിത്വത്തോടുള്ള ഉൻകി ജാഗരൂകത, അവരുടെ ജാഗരൂകത, അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ജാഗ്രത, അന്താസ തും ഇസ് ബാത്ത് സെ, അവരുടെ ആ ധാരണ തും ഇസ് ബാത്ത് സെ ലഗാ സക്തേ ഹോ, അതായത് ഈ കാര്യം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ്? അഗർ സടക്ക് पर ചലത്തെ ഹുയെ ഉനെ, അതായത് അവര് റോട്ടിലൂടെ പോകുന്ന സമയത്ത് ഉനെ അവര് കഹി ബി കച്ചറ നസർ ആയേത്തോ, അതായത് വഴിയിൽ എവിടെയെങ്കിലും ഒരു കച്ചറ എന്ന് പറഞ്ഞാൽ എന്താ, വേസ്റ്റ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വേ പെഹലെ കച്ചറേക്കോ ഡസ്റ്റ്ബിൻ മേ ഡാൽത്തെ ഹെ, അവർ ആദ്യം ചെയ്യുന്നത് ആ കച്ചറ എടുത്തിട്ട്, ആ വേസ്റ്റ് എടുത്തിട്ട് ഡസ്റ്റ്ബിനിൽ ഇടുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഫിർ ആകെ ബഡ്ത്തെ ഹെ, അതിന് ശേഷമാണ് അവര് എങ്ങോട്ട് പോവുകയാണെങ്കിലും പോകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, यहाँ लोग अपने घर से निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं. അതായത് ഇവിടുത്തെ ജനങ്ങള് എന്താ ചെയ്യുന്നത്, അപ്പിനെ ഗർസെ നിക്കലിനെ പോലെ അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും അവരെന്താ ചെയ്യുന്നത് എന്നാ പറയുന്നത്, അവര് കൂടെ കച്ചറക്കോബി ഡസ്റ്റ്ബിന്നെ ജമ കർത്തേ ഹേ, അതൊക്കെ ഡസ്റ്റ്ബിന്നില് ജമ കർത്തേ ഹേ, നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. और फिर उसे एक जगह इकट्ठा कर खेती के लिए खाद से तरह इस्तेमाल करते हैं. അതായത് എന്നിട്ട് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് ഉസെ ഏക് ജഗഹ്, അതായത് ഒരു സ്ഥലത്ത് എന്താ ഇക്കട്ടാക്കർ പറയുമ്പോൾ ഇവരുടെ എല്ലാവരുടെ വേസ്റ്റും ഒരവിടെ കൂട്ടി വെച്ചിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ഖേത്തി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് കൃഷി എന്നാണ് കേട്ടോ പറയാ. ഖേത്തി കേലിയെ ഖാദ് ഖീ തരഹ് ഇസ്തേമാൽ കർത്തേ ഹെ, ഖാദ് എന്ന് വെച്ചാല് വളം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വളമായിട്ട് എന്ത് ചെയ്യുന്നു, ഇസ്തേമാൽ കർത്തേ ഹെ, വളമായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ऐसा कहा जाता है कि 130 साल पहले इस गांव को हाइजे की बीमारी ने पूरी तरह സേ ജഗഡ് ലിയാത്ത, അതായത് ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഏസെ കഹാ ജാത്താ ഹെ കി 130, 100 പറയുമ്പോൾ 100 അല്ലെ, 100 പറയുമ്പോൾ 30 പറയുമ്പോൾ 30, അതാണ് 130. സാൽ പറയുമ്പോൾ വർഷം. അപ്പോൾ 130 വർഷങ്ങൾക്ക് മുമ്പ്, പെഹലേന്ന് പറയുമ്പോൾ മുമ്പ് കേട്ടോ. അപ്പോൾ 130 വർഷങ്ങൾക്ക് മുമ്പ് ഇസ് ഗാവുക്കോ, ഈ ഗ്രാമത്തിന് എന്താണ്, ഹൈജേക്കി ബീമാരി എന്ന് പറഞ്ഞാൽ എന്താണ്, കോളറ എന്നുള്ള അസുഖം. ഹൈജേ പറയുമ്പോൾ കോളറ എന്നുള്ള അസുഖമാണ് കേട്ടോ. ബീമാരി എന്ന് പറഞ്ഞ അസുഖം എന്നാണ്. അപ്പോൾ ഹൈജേക്കി ബീമാരിനെ പുരി തരഹസേ ജഗഡിലിയാത്ത, പുരി തരഹസേ എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട്, ആ ഗ്രാമത്തെ മുഴുവനായിട്ടും എന്താണ്, ജഗഡിലിയ എന്ന് പറയുമ്പോൾ വരിഞ്ഞു മുറുക്കി എന്ന് പറയുന്നത് പോലെയാണ്. അതായത് മൊത്തം എല്ലാവരും പടർന്നു പിടിച്ചു എന്നാണ് പറയുന്നത്. കോളറ എന്നുള്ള ഒരു അസുഖം അവിടെ പടർന്നു പിടിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, मेडिकल सुविधा न होने की वजह से इस बीमारी से छुटकारा पाने का ഏക് മാത്ര ഉപായിത്ത സഫായി കർണ, അതായത് ഈ മെഡിക്കൽ സുവിധ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ സൗകര്യമൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഇല്ലാത്തതിനാല് എന്തായി, ഇല്ലാത്ത കാരണം കൊണ്ട് എന്താ സംഭവിച്ചത്, വജഹ എന്ന് പറയുമ്പോൾ കാരണം, വജഹസെ ഇസ് ബീമാരി സെ, ഈ അസുഖത്തിൽ നിന്നും ചുട്കാര പാനേക്ക, ചുട്കാര എന്ന് പറഞ്ഞാൽ എന്താണ്, മുക്തി നേടുക, മോചനം ലഭിക്കാൻ, ആ അസുഖം മാറാനായിട്ട് വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനുണ്ടായിരുന്ന മാർഗം എന്താണ്, ചുട്കാര പാനേക്ക ഏക് മാത്ര ഉപായത്ത, ഒരേ ഒരു ഉപായമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്, സഫായി കർണ, ശുചിത്വം, ക്ലീൻ ചെയ്യുക, അതായത് ഗ്രാമം മൊത്തം. അങ്ങനെയാണ് ഇവര് ഈ ശുചിത്വത്തിലേക്ക് വരുന്നത്. ഗാവ്കെ ലോക് മാന്നാഹേക്കി, അതായത് ഗ്രാമവാസികൾ മനസ്സിലാക്കുന്നത് ഹമാരെ പൂർവജോനെ കഹാത്താക്കി, അവരുടെ പൂർവികര് പറഞ്ഞിരിക്കുന്നത് എന്താണ്, തും സഫായിക്ക് ജറിയെ ഹി കുതുക്കോ ബച്ചാ സക്തേ ഹോ, അതായത് നിങ്ങള് സ്വയം ശുചിയാക്കലിലൂടെ മാത്രമേ രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പൂർവികര് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. फिर चाहे वह गाना हो, घर हो, जमीन हो, गांव हो या फिर
അപ്പന ശരീരഹി, അതായത് എന്തോ ആയിക്കൊള്ളട്ടെ, ഫിർ ചാഹെ എന്ന് പറയുമ്പോൾ എന്തോ ആയിക്കൊള്ളട്ടെ, വഹ് ഗാനാഹോ, അത് ഭക്ഷണമായാലും, ഗർഹോ വീടായാലും, ജമീൻ ഹോ ഭൂമി നിലമായാലും, പിന്നെ ഗാവ് ഹോ പറയുമ്പോൾ ഗ്രാമമായാലും, യാ ഫിർ അപ്പിന ശരീരഹി നമ്മുടെ ശരീരമായാലും, ക്യാനഹോ എന്തോ ആയിക്കൊള്ളട്ടെ, സഫായി ജറൂരി ഹെ എന്തായാലും ശുചിത്വം നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ എങ്ങനെയാണ് എത്രത്തോളം നമ്മൾ ശുചിത്വമായിട്ട് ഇരിക്കണം എന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഇതിൽ നന്നായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ ഞാൻ ഈ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ തന്നെ മതി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പച്ചവെള്ളം പോലെ പഠിഞ്ഞോളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അത് തന്നെ മതി നിങ്ങൾക്ക്. ഇതിലത്തെ എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കും. അത്രയും ലളിതമായി, അത്രയും മീനിങ് ഫുൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാവരും ഇതിൽ എന്ത് ഡൗട്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാലോ.